അവനോട് പറയാം. നിനക്ക് തലയില്ലേ? ആ കൊണ്ടാ. ഇതിലേത് വാർത്ത വായിച്ചിട്ടാണ് അവള് സന്തോഷിച്ച് തുള്ളിച്ചാടിയത്? ഇത് തന്നെ. ഷക്കീല വീണ്ടും സിനിമയിൽ സജീവ. എടാ, അതിന് അവക്കെന്തിനാ സന്തോഷം? നിനക്കല്ലേ? അത് തന്നെ. വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഏത് വിജയൻ? ആർക്കറിയാം. മുല്ലൂരിൽ ആന വിരണ്ടു. എടാ, കള്ളനോട്ടടി സംഘം ഓടി രക്ഷപ്പെട്ടു. ദൈവമേ, കള്ളനോട്ടടിക്കാർ വരെ അവളുടെ കൂട്ടുകാരോ? കറക്റ്റ്. എടാ, കൂട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാ അവൾ ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. തന്നെ. ശരിയാ. ഇപ്പൊ നിനക്കെന്ത് തോന്നുന്നു? ഒരു പെൺകുട്ടി നടന്നു പോയതുപോലെ തോന്നുന്നു. എന്ത് പെണ്ണല്ലേ അവള്? എന്നാ നീ നോക്ക്, നിനക്കിപ്പോ എന്തെങ്കിലും തോന്നണോ? ഇതെവിടെ പോയി? ഇന്ദു, നീ അറിഞ്ഞില്ലേ? ഇന്ന് കോടതിയിൽ ഹാജരാക്കാം വിജയനെ. നിന്നെ നശിപ്പിച്ച ആ ചെകുത്ത നിയമത്തിന് മുന്നിൽ കയ്യും കെട്ടി തലയും കുറിച്ച് നിൽക്കുന്നത് നമുക്ക് കാണണ്ടേ? ഞാൻ വരുന്നില്ല. നീയും വരണം. വേഗം റെഡിയാവണോ? വിജയൻ സാറിന്റെ ഫ്രണ്ട്സാ, ആഘോഷിക്കാൻ വന്നതാ. അച്ഛൻ ഏതോ ബാറിൽ മയങ്ങിയിരിപ്പുണ്ടാവും. അമ്മ ഷോപ്പിങ്ങിന് പോയിരിക്ക. നീ പൊയ്ക്കോ, എനിക്കാരും കാണണ്ട. യാതൊരു പരാതിയില്ല. കണ്ടതിൽ സന്തോഷം. പൊയ്ക്കോ. പോകാനല്ലേ? പോവാൻ വരട്ടെ. ശാലിനി വിജയേട്ടനെതിരെ മൊഴി കൊടുത്ത ഏക സാക്ഷി. നിന്നെ ഞങ്ങൾ ഈ ഉലകം മൊത്തം അന്വേഷിച്ചല്ലേ, എവിടെ ആയിരുന്നു? എന്തായാലും മോള് ഞങ്ങളെ തേടി ഇങ്ങ് എത്തിയല്ലോ. മോശമായില്ല ഇന്നത്തെ ദിവസം. പേടിക്കണ്ടടോ, ആ മൊഴി അങ്ങ് മാറ്റി പറഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ? വിജയേട്ടനും രക്ഷപ്പെടും, നിനക്ക് പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല. ദേ, ഈ കേസിലെ വാദി നിൽക്കുന്നുണ്ടല്ലേ, ഒരു പൂച്ചക്കുട്ടിയെ പോലെ. പിന്നെ വേറൊരു സാക്ഷിക്കത്തിന് എത്രയും വലിയ കൊമ്പ്. അപ്പോഴേക്കും കൂട്ടാളികളുമായിട്ട് തെറ്റിയോ? ഇങ്ങ് വിട്ടു തന്നേരെ. ഏയ്, നിങ്ങളുടെ ശത്രു അല്ല ഞാൻ. മിത്രമാണെന്ന് തെറ്റിദ്ധരിക്കേ അരുത്. എനിക്ക് ഇവളെ കൊണ്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. കേരള വണ്ടിയിലെ ഇങ്ങോട്ട് ഓടി.
രാവിലെ പിന്നാലെ ഇറങ്ങുമ്പോ ഒരു പെരുങ്കള്ളിയെ കൈയോടെ പിടികൂടാമെന്നായിരുന്നു മനസ്സിൽ. ഏതാ കുട്ടി? ഇന്ദുമതി. എന്റെ കൂടെ കോൾ സെന്ററിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാ. ഒരു ദിവസം എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കോൾ സെന്ററിന്റെ പാർട്ട്ണറായ വിജയൻ അവളെ കാറി കയറ്റിക്കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ബോധമില്ലാതെ കിടക്കുന്ന ഇന്ദുവിനെയാ ഞാൻ കണ്ടത്. അവളെ വിളിച്ചുകൊണ്ട് പോയതിന് ഞാൻ മാത്രമായിരുന്നു സാക്ഷി. പോലീസിനോട് ഞാനത് പറയുകയും ചെയ്തു. ഇന്ദുമതി എന്നൊരു പെൺകുട്ടിയോട് വർക്ക് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിരുന്നു പിന്നെ അവരുടെ ശ്രമം. അവളുടെ കൈയക്ഷരമുള്ള പേപ്പേഴ്സും ബില്ലൊക്കെ എടുത്തു മാറ്റാൻ വന്നപ്പോ ഞാൻ എതിർത്തു. ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിച്ചപ്പോ അതുമായിട്ട് ഞാൻ ഇറങ്ങി ഓടി. ആ ഡോക്യുമെന്റ്സാ അന്ന് റോഡിൽ വെച്ച് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത്. ഓഫീസിൽ നിന്ന് പണം തട്ടിയെടുത്തെന്ന് പറഞ്ഞ് എനിക്കെതിരെ അവര് കള്ളക്കേസ് കൊടുത്തു. ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിന് ചുറ്റും അവർ ഗുണ്ടകളെ കാവൽ നിർത്തി. ഒരുവിധം അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന എന്നെ അവര് പിടികൂടുന്ന ഉറപ്പായപ്പോഴാ ഒരു പിടിവള്ളി പോലെ ഉപ്പൽ എന്റെ മുമ്പിൽ വന്ന് പെട്ടത്. തൽക്കാലത്തേക്ക് ഒരു ഒളിത്താവളം അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. പുറത്തിറങ്ങിയ ഗുണ്ടകളും പോലീസും. സുഖമില്ലാത്ത അച്ഛനെ വിഷമിപ്പിച്ച് വീട്ടിൽ പോവാനും എനിക്ക് വയ്യ. നിങ്ങൾ പോയിക്കോ. രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്ത് രക്ഷ? എല്ലായ്പ്പോഴും ഒരു രക്ഷകൻ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. സാരമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. നിൽക്കൂ. ശാലുവിനെ സ്വന്തം മകളായി കരുതിപ്പോയ ഒരു പാവം മനുഷ്യനുണ്ട് അവിടെ. ഇനി വയ്യ. അവിടുത്തെ നാടകങ്ങളെയും മടുത്തു എനിക്ക്. ഞാനില്ല അങ്ങോട്ട്. അങ്ങനെ പറയരുത്. ശാലുവിന്റെ അവസ്ഥ എന്താണെന്നറിയാതെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിരപരാധിയായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, ഇന്ന് അതേ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശാലു ഇവിടെ ഉണ്ടായേ പറ്റൂ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ മോള് മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് ഓർമ്മയുണ്ടോ മോക്ക്? ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. 21st ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Happy birthday to you. എന്താ മോളെ ഇത്? മോളിങ് വന്നേ. ഈ പിറന്നാൾ ദിനത്തിൽ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. മിസ്റ്റർ ജയറാമൻ, പ്ലീസ് കം. ഒക്ടോബർ 2-ാം തീയതി രാവിലെ 10-നും 10:30-യ്ക്കിടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ ഈ ജയറാമൻ എന്റെ മോളെ മിന്നുകെട്ടും. ഒക്ടോബർ 2-ന് കല്യാണം, 3-ന് ഓപ്പറേഷനായി ബാംഗ്ലൂർക്ക്. ചുരുക്കത്തിൽ കല്യാണം കണ്ടിട്ടേ മൂപ്പര് ബാംഗ്ലൂർക്കുള്ളൂ എന്ന് അർത്ഥം. പാവ അമേരിക്കക്കാരൻ കളിച്ച് കളിച്ച് തലയിലാക്കിയില്ലേ പെരുങ്കള്ളിയെ. അങ്ങനെ വാളയാർ മണിയപ്പന് വരെ കല്യാണമായി.